ചോദ്യം നമ്പർ 213 ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വിഭജനകാര്യ വകുപ്പ് മന്ത്രി. സർ, സ്വീകരിച്ചിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി മത്സ്യബന്ധനം വ്യാപകരമാക്കാനും സുഗമമാക്കാനും ഫിഷറീസ് വകുപ്പ് സ്വീകരിച്ച നടപടികൾ ചൂടെ ചേർക്കണം. സർ, ഒത്തിരിയുണ്ട്. ടേബിൾ ചെയ്താൽ മതി. ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ. സർ, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം സാമ്പത്തിക വർഷം 6 ബോട്ടുകളാണ് ഗവൺമെൻറ് സഹായത്തോടുകൂടി മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രായോഗികമായ കാരണങ്ങൾ കൊണ്ട് ഈ 6 ബോട്ടും ഇപ്പോൾ മത്സ്യബന്ധനം നടത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്റ്റ് ടു കറക്ഷൻ. സാർ, ഇവർക്ക് വർക്കിംഗ് ക്യാപിറ്റലില്ല. മറ്റൊരു പ്രശ്നം, ഇവർ മത്സ്യം പിടിച്ചുകൊണ്ട് വന്നാൽ ഇവർക്ക് മറ്റ് ബോട്ടുകളിലെ മത്സ്യം വിറ്റതിന് ശേഷം മാത്രമേ ഹാർബറിൽ പ്രവേശിക്കാൻ സാധിക്കൂ. അപ്പോഴേക്കും മത്സ്യ കച്ചവടക്കാർ മത്സ്യം വാങ്ങി പോയി കഴിയും. ഇവർ കൂടുതൽ തരകന്മാരുടെ ചൂഷണത്തിന് വിധേയരാകേണ്ടി വരും. അതുപോലെ തന്നെ സാർ, ഈ ബോട്ടുകളിൽ റെഫ്രിജറേഷൻ സൗകര്യമില്ല. അതുപോലെ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ എവിടെയാണെന്ന് സാറ്റലൈറ്റ് വഴി ടെക്നോളജി വഴി ലഭിക്കുന്നില്ല. ഇങ്ങനെ പ്രായോഗികമായ ധാരാളം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇവർ മത്സ്യബന്ധനം നടത്താൻ പോകുന്നില്ല. അവർക്ക് ഭീമമായ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരമായി എന്ത് നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കും. സർ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. സർ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മത്സ്യബന്ധനത്തിന് ഒരു പുതിയ തലം നമ്മൾ കണ്ടെത്തുക എന്നതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണിത്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും സംയുക്തമായിട്ടാണ് കൊല്ലത്ത് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചത്. സർ, PMFSYയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ യൂണിറ്റ് വിലയുള്ള 10 ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകളാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ 10 ആഴക്കടൽ ബോട്ടുകളിൽ 10 പേരെ വീതം 100 പേരെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ തിരഞ്ഞെടുത്ത് ട്രെയിനിങ് കൊടുത്തു. സർ, മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പുകൾക്ക് നൽകുന്ന 15 കോടി രൂപയുടെ പദ്ധതി നമ്മൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് ഒരു സ്വകാര്യ കമ്പനിയല്ല ഏൽപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് അധീനതയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിനെയാണ് ഈ യാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തിയത്. സാർ, നിർമ്മാണത്തിൽ ചില അപാകതകൾ ഉണ്ടെന്നുള്ളതാണ് പിന്നീട് കിട്ടിയ റിപ്പോർട്ട്. അതിൻ്റെ ഭാഗമായി 6 യാനങ്ങൾ, ഇപ്പം നമ്മൾ മത്സ്യത്തൊഴിലാളി കൊടുത്ത 6 യാനങ്ങൾ, അവരുടെ യോഗം ഞാൻ കൂടി പങ്കെടുത്ത് നിരവധി സന്ദർഭങ്ങൾ നടത്തുകയും ഇതിൻ്റെ മെയിൻ്റനൻസും റിപ്പയറിങ്ങും, ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചതുപോലെ ഇതിനകത്ത് റെഫ്രിജറേറ്ററിൻ്റെ പ്രശ്നം, മറ്റു തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് ശേഷം ഉടുപ്പിയിലെ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ മാൽപേ കപ്പൽ നിർമ്മാണശാലയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ ബോട്ടുകളും അവിടെ കൊണ്ടുപോയി മെയിൻ്റനൻസ് നടത്തി. പക്ഷേ ഇപ്പോഴും മെയിൻ്റനൻസ് നടത്തിയിട്ടും ലാഭകരമായി ഫിഷിംഗ് നടത്താൻ കഴിയുന്നില്ല എന്ന പരാതികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് ഉന്നയിച്ച പ്രശ്നം ഗൗരവമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഒരു യാനത്തിന് അപാകത ഉണ്ടെങ്കിൽ ആ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുണ്ട്. അതിന് പരിഹാരം കാണാനുള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, LPG കൊണ്ടോടുന്ന OBM വള്ളങ്ങൾക്ക് LPG കിറ്റിന് ഇപ്പോൾ സബ്സിഡി നൽകുന്നില്ല. മണ്ണെണ്ണയ്ക്ക് സബ്സിഡി നൽകുന്നുണ്ട്. ആ സബ്സിഡി തന്നെ 10 കൊല്ലം മുമ്പ് 1 ലിറ്ററിന് 25% സബ്സിഡി കൊടുത്തത്. 1 രൂപ പോലും സബ്സിഡി ഇനത്തിൽ ഈ ഗവൺമെൻറ്, 2 ഗവൺമെൻറ്റുകളും വർദ്ധിപ്പിച്ചിട്ടില്ല. സബ്സിഡി കുടിശ്ശികയുമുണ്ട്. സാർ, അതുപോലെ അപ്പോൾ LPG കൊണ്ടോടുന്ന OBM വള്ളങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്ന കാര്യവും, സബ്സിഡി കൊടുത്ത് സോളാർ ബോട്ടുകൾ ഏർപ്പെടുത്തുന്ന കാര്യവും, ഡീസൽ ഇലക്ട്രിക് ഹൈബ്രിഡ് എഞ്ചിന് വള്ളങ്ങൾ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കുമോ? സാർ, ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 45 രൂപ വിലയുള്ളപ്പോഴാണ് 1 ലിറ്റർ പെട്രോൾ മണ്ണെണ്ണയ്ക്ക് 25 രൂപ സബ്സിഡി കൊടുക്കും. എന്നാൽ 100 രൂപയ്ക്ക് മുകളിലേക്ക് പോയി. സബ്സിഡി കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ലത്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ മണ്ണെണ്ണ പൂർണ്ണമായും നിർത്തലാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച ചെയ്തിട്ട് LPG, പെട്രോൾ, ഡീസൽ
ഇതിലേക്ക് നമ്മൾ മാറ്റം വരുത്തണം തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ LPG പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ വെച്ചുള്ള പരീക്ഷണം വിഴിഞ്ഞത്ത് നടത്തി, ഓമനപ്പുഴ കടൽ നടത്തി, കേരളത്തിൻ്റെ നാനാഭാഗങ്ങൾ നമ്മൾ നടത്തി. ഇവിടെയൊക്കെ നേരിട്ട് തന്നെ ഞങ്ങൾ ഉൾപ്പെടെ പോയി ഈ പരീക്ഷണം നടത്തിയത് പരിശോധിച്ച അടിസ്ഥാനത്തിൽ ഇത് ഏറെക്കുറെ വിജയകരമാണ് സർ. ആ ഏറെക്കുറെ വിജയകരമായതിൻ്റെ ഭാഗമായി ഞാൻ വിശദാംശങ്ങളെല്ലാം ഈ കുറിപ്പിനകത്ത് എഴുതിയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ വർഷം സാർ 10 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ഇത് മാറ്റം വരുത്താനുള്ള നടപടികൾ തുടങ്ങി. കഴിഞ്ഞ വർഷം പണം വെച്ചു, ഈ വർഷം 10 കോടി വീണ്ടും വെച്ചിട്ടുണ്ട്. നമുക്ക് ഘട്ടം ഘട്ടമായി എല്ലാ പെട്രോൾ എഞ്ചിനുകളും മാറ്റി LPG ഡീസൽ പിന്നെ മണ്ണെണ്ണ എഞ്ചിൻ മാറ്റി LPG പെട്രോൾ ഡീസൽ എഞ്ചിനിലേക്ക് മാറ്റാനുള്ള ഒരു വലിയ പരിശ്രമം സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യമാണ് ഒന്നാമത്. 2 സാർ, സബ്സിഡി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ലിത്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ധനവകുപ്പ് കാര്യം ആലോചിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ PC വിഷ്ണുനാഥ്. സാർ, ഈ മത്സ്യത്തൊഴിലാളിക്ക് ഇപ്പോൾ 25 രൂപയ്ക്ക് മണ്ണെണ്ണ തമിഴ്നാട്ടിൽ ലഭിക്കുന്നുണ്ട്. അത് കാര്യം കൂടി അങ്ങയുടെ ഉത്തരത്തിനോടനുബന്ധമായി ചേർക്കുകയാണ്. സാർ, ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ശ്രീ കെ ബാബു മന്ത്രിയായിരുന്നു. എല്ലാ മാസവും നറുക്കെടുപ്പിൽ കൂടി ഒരു ദുർബല ജനവിഭാഗം എന്ന നിലയിൽ അവർക്ക് പ്രത്യേകമായ ഭവന പദ്ധതി ഉണ്ടായിരുന്നു. സാർ, ആ ഭവന പദ്ധതിയെ ലൈഫിൽ ലയിപ്പിച്ചപ്പോഴേക്കും ലൈഫിൻ്റെ നോംസ് ആണ് ഈ അങ്ങേയറ്റം ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും ബാധകമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കാരണം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. അതുകൊണ്ട് സാർ, മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി പഴയ രൂപത്തിലേക്ക് പുനഃസ്ഥാപിച്ച് അവർക്ക് പ്രത്യേകമായി ഭവനം നൽകുന്ന പദ്ധതിയിലേക്ക് വരുമോ എന്നുള്ളതാണ് സാർ എൻ്റെ ചോദ്യം. സാർ, ആദ്യത്തെ പ്രശ്നം കേരളം കൊടുക്കുന്ന സബ്സിഡിയുടെ 50% പോലും പിന്നെ ഗുണഭോക്താക്കൾ തമിഴ്നാട്ടിലില്ല. അത് മനസ്സിലായിക്കോണം. കേരളത്തിൽ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളിക്കാണ് സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ അവർക്കത് കുറച്ചുകൂടി കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഭവന പദ്ധതി. സാർ, ഇന്ത്യക്ക് മാതൃകയായ ഒരു ഭവന പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. പദ്ധതി സാർ, അതിൻ്റെ ഭാഗമായി വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ അധിവസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ സാർ 2450 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. ആദ്യഘട്ടത്തിൽ സാർ കാരോട്, ഭീമാപ്പള്ളി, കൊല്ലം QSS കോളനി അല്ല സാർ, ഒരു മിനിറ്റ് ഇതൊന്ന് പറയേണ്ടതായിട്ട് ഒരുപാട് 390 സമുച്ചയങ്ങൾ, ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ച് നമ്മൾ നൽകി. സാർ, ഇപ്പോൾ ഒറ്റ വാക്ക് ഞാൻ പറയാം സാർ, 2016 മുതൽ നാളിതുവരെ ഈ പറയുന്ന ലൈഫ് മിഷൻ വഴി, പുനർഗേഹം വഴി, മത്സ്യത്തൊഴിലാളി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതി വഴി 12,830 വീട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കൊടുത്തിട്ടുണ്ട്. സാർ, അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. അല്ല സാർ, 12,830 വീട് കൊടുക്കുമ്പോൾ ഫിഷറീസ് വകുപ്പ് വഴി കൊടുത്തതുകൂടെ പറയണമല്ലോ. 2016 മുതൽ 21 വരെ ഫിഷറീസ് വകുപ്പ് വഴി ധനസഹായം അനുവദിച്ച വീടുകൾ 4,295. 2021 മുതൽ 23 വരെ ഈ ഗവൺമെന്റ് കാലത്ത് 415. അങ്ങനെ ആകെ വീടുകൾ 2 ടീമുകളിലായി 12,830 വീട് കൊടുത്തു. ഇപ്പോഴും ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. സാർ, 1100 ഫ്ളാറ്റുകൾ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോല് കൈമാറുന്ന ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങ് പ്രതിപക്ഷ നേതാവ് നേരത്തെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ഉന്നയിച്ചല്ലോ, അവര് ഗോഡൌണിൽ കിടക്കുന്നു. ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു സാർ, അന്നങ്ങ് ഉന്നയിച്ച പ്രശ്നം സമ്പൂർണ്ണമായി ഈ കേരളത്തിൽ പരിഹരിച്ച ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. ശ്രീ എം വിൻസെന്റ് പ്ലീസ്. സർ, മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിൽ വലിയ കുടിശ്ശിക വന്നിരിക്കുകയാണ് സർ. കഴിഞ്ഞ വർഷം 10-ാം മാസം ഫിഷറീസ് ഡയറക്ടർ തന്നെ 53.91 കോടി രൂപ കുടിശ്ശികയാണ്, അത് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 16 കോടി രൂപ മാത്രമാണ് ഈ വർഷം മാർച്ച് മാസം അനുവദിച്ചത്. ബാക്കി 37.91 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയുണ്ട്. അത് എന്ന് കൊടുത്തു തീർക്കാൻ കഴിയും എന്നാണ്. മിനിസ്റ്റർ. സർ, നമ്മൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. വിദ്യാധീരം എന്ന പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കിയ ഈ പ്രവർത്തനം വഴി സാർ, കേരളത്തിൽ MBBSന് പ്രവേശനം ലഭിച്ചതും നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേർന്നതുമായ ചരിത്രത്തിൽ ഏറ്റവും വലിയ റിസൾട്ടാണ്. 142 പേർ, അതിൽ 86 ഡോക്ടർമാരെ തീരമേഖല സൃഷ്ടിച്ച ഒരു ഗവൺമെന്റാണ് സാർ. സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി. ഞാനത് പറഞ്ഞോട്ട് മനസ്സിലായി. സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി. തീരമേഖലയിലെ എല്ലാ സ്കൂളുകളും മെച്ചമായത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചു. 57 പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് പെട്ടെന്ന്.
സംസ്ഥാന പദ്ധതി നിങ്ങളിങ്ങനെ വിൻസെന്റ്, ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന നാട്ടിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. തീരദേശ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ നിന്നും 36 സ്കൂളുകൾക്ക് 70 കോടി രൂപ, കിബിയിൽ നിന്ന് 57 സ്കൂളുകൾക്ക് 66 കോടി രൂപ ഉൾപ്പെടെ 136 കോടി രൂപ നടപ്പാക്കി ചെലവാക്കി പൂർത്തീകരിച്ചു. ഇതുകൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ എന്റെ വിൻസെന്റ് സ്വല്പം കുടിശ്ശിയുണ്ട്. ലംസം ഗ്രാന്റ് കൊടുക്കുന്ന ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അത് കൊടുക്കും. അത് നിങ്ങളുടെ കാലത്ത് ചെയ്തതിന്റെ 50 ഇരട്ടി ഈ ഗവൺമെന്റ് കാലത്ത് ചെയ്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വന്നത്. ഇത് ചെയ്യാതിരുന്നെങ്കിൽ ഇതൊന്നും വരില്ല. തീരദേശത്തെ MLA മാരുൾപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു MLA പറയട്ടെ, അവരുടെ കോൺസ്റ്റിറ്റ്യുൻസിയിൽ മോശമായി കിടക്കുന്ന ഒരു സ്കൂളിന്റെ പേര് അവർ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. എല്ലാ സ്കൂളുകളും മെച്ചപ്പെടുത്തി അഭിമാനകരമായ നേട്ടം വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുണ്ടായി. അത് ധനപരമായ ചില പ്രയാസങ്ങളുണ്ട്. അത് അടിയന്തരമായിട്ട് പരിഹരിക്കും. സർ, പെരിയാറിൽ മത്സ്യക്കുരുതിയുടെ പ്രധാന കാരണം PCB പറഞ്ഞ ഡിസോൾവ് ഓക്സിജന്റെ ഏറ്റക്കുറച്ചിലല്ല, വ്യവസായ മാലിന്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളത്തിന്റെയും മത്സ്യത്തിന്റെയും ചെളിയുടെയും സാമ്പിളുകൾ പരിശോധിച്ചതിൽ കുഫോസ്, ഖനലോഹങ്ങളുടെയും വിഷപദാർത്ഥങ്ങളുടെയും സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് സർ. അമിതമായ ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ തുടങ്ങിയവയുടെ സാന്നിധ്യം കാരണമാണ് ഓക്സിജന്റെ അളവ് കുറയുകയും അതിലൂടെയാണ് മത്സ്യം ചത്തുപൊങ്ങിയത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. സർ, ഇതിന് കാരണക്കാരായ വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമോ? ചെളിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള രാസമാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമോ? ഈ കർഷകർക്ക് അടിയന്തരമായി, മത്സ്യ കർഷകർക്ക് അടിയന്തരമായ സഹായം എത്തിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? സർ, ഈ പറഞ്ഞ പ്രശ്നം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പിന് വേണ്ടി ഞാനിവിടെ മറുപടി പറഞ്ഞതാണ്. സർ, ഇത് ഫിഷറീസ് വകുപ്പിന്റെ മാത്രം കൺട്രോളിൽ വരുന്ന പ്രശ്നമല്ല, ഇറിഗേഷൻ വ്യവസായ വകുപ്പോടെ ചേർന്നാണ്. ഈ വന്ന റിപ്പോർട്ടുകളെല്ലാം ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളിക്ക് 13 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് നിയമസഭയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും വേഗം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുമെന്ന കാര്യമാണ് പറയാം.